സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങളിലെ ആക്രമണങ്ങളിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. നേരത്തെ പാർട്ടി വിട്ടവരിൽ ചിലരാണോ എന്ന സംശയമുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആക്രമണത്തിൽ ശക്തമായി അപലപിക്കുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നേരത്തെ സന്ദീപ് വാര്യരുടെ പ്രതികരണത്തിലുണ്ടായിരുന്നു, സജീവമായി ബിജെപിയിൽ പ്രവർത്തിക്കുന്ന രണ്ടുപേർ ഈ ആക്രമണത്തിൽ ഉണ്ട് എന്ന പ്രതികരണം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കെ സുരേന്ദ്രന്റെ പ്രതികരണം എന്ന് തോന്നുന്നു. നമുക്കിപ്പം വിവരങ്ങളുമായിട്ട് ഇംതിയാസ് ചേരുന്നുണ്ട്. അതിന് മുമ്പ് കെ സുരേന്ദ്രന്റെ പ്രതികരണം കാണാം. ഞങ്ങൾ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് 100% സത്യസന്ധമാണ്, ആത്മാർത്ഥമാണ്. ഒരു തരത്തിലും അതിൽ വെള്ളം ചേർക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് കർശനമായ നടപടിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പോലീസ് നിഷ്പക്ഷമായി നീതിപൂർവമായിട്ട് അന്വേഷിക്കണം. ഇതിനകത്തുണ്ടായിട്ടുള്ള ഗൂഢാലോചന എന്താണ്? കാരണം ഈ ഒരു സന്ദർഭത്തിൽ, സ്നേഹയാത്ര ഞങ്ങൾ തുടക്കമിട്ട സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് പിന്നിൽ ശരിയായ ഗൂഢാലോചന നടന്നിരിക്കുന്നു. അത് കൃത്യമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഇംതിയാസ്, ആരെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യരാണോ അതോ പ്രാദേശികമായി നേരത്തെ പാർട്ടി വിട്ട ആളുകളെയാണോ കെ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത്? അവർക്കെതിരെ അന്വേഷണം വേണം, കൃത്യമായ നടപടി വേണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെടുമ്പോൾ ഏതായാലും കൃത്യമായൊരു ധാരണ അവിടുത്തെ ആളുകളെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവില്ല, അത്തരം വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാവില്ല. ആരെയാണ് ലക്ഷ്യമിടുന്നത്, ആരെയാണ് ഉദ്ദേശിക്കുന്നത്? പാലക്കാട്ടെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം, അത് തടഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ തന്നെയാണ് പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം ഇതിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പറയുന്ന മറ്റൊരു വാചകം എന്ന് പറയുന്നത്, മറ്റൊരു വാക്യം എന്ന് പറയുന്നത്, നേരത്തെ പാർട്ടി വിട്ടവരാണോ എന്ന് സംശയമുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് രാവിലെ സന്ദീപ് വാര്യരുടെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരുന്നു. സന്ദീപ് വാര്യർ ഇതിലിപ്പോൾ ഈ നേരത്തെ ഈ BJP പാളയം വിട്ടതിന് ശേഷം BJPക്കെതിരെ എന്തായുധം കിട്ടിയാലും അത് കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അദ്ദേഹം തന്നെ ഇതിൽ വ്യക്തമാക്കി, അദ്ദേഹം പരിഹസിച്ചുകൊണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ പ്രതികരണം നടത്തിയിരുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ പ്രതികരണങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ BJP സമ്മർദ്ദത്തിലാവുകയും, എന്നാൽ എവിടെയും തൊടാതെ ഒരു ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നു, ഞങ്ങൾക്ക് അതുമായി ബന്ധമില്ല, പക്ഷേ നേരത്തെ പാർട്ടി വിട്ടവരാണോ എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും വന്നിരിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഇന്ന് സ്നേഹ സന്ദേശ യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനായിട്ട് താമരശ്ശേരി ബിഷപ്പ് ഹൗസിൽ എത്തിയതായിരുന്നു അദ്ദേഹം. താമരശ്ശേരി ബിഷപ്പ് ഹൗസിലെ ബിഷപ്പുമായിട്ട് ഏറെ നേരത്തെ കൂടിയാലോചനയ്ക്ക് ശേഷം, കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇറങ്ങി വന്ന് ബിഷപ്പിനെ തന്നെ അടുത്തു നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. എന്നാൽ ഇങ്ങനെയൊരു ക്രിസ്ത്യൻ മേഖലയെ, അതായത് ഇവരെല്ലാം തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമായപ്പോൾ തന്നെ ഇതിലൊരു പ്രതികരണം നമ്മളിപ്പോൾ ബിഷപ്പിനോട് ചോദിച്ചപ്പോൾ ബിഷപ്പും അത്തരത്തിലൊരു പ്രതികരണം നടത്തിയില്ല. കെ സുരേന്ദ്രനെ അടുത്തു നിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. എന്തായാലും ഇതൊരു വലിയ വിവാദത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ ഇതിൽ പറയുന്ന ഒരു നിലപാടെന്ന് പറയുന്ന ഒരു കൃത്യമായ ഒരു നിലപാട് എടുക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മളുടെ ആൾക്കാരാണോ എന്ന സംശയമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ അത് തള്ളാൻ BJPക്ക് സാധ്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ശരി, ഇംതിയാസാണ്. എന്തായാലും വലിയൊരു ഒരു സംശയമാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെക്കുന്നത്. കാരണം ഗൂഢാലോചന നടത്തിയത് പാർട്ടി വിട്ടുപോയവരാണോ എന്നൊരു കാര്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് ആർക്ക് നേരെയുള്ള, പക്ഷെ ഒരുപക്ഷെ അത് ഒരു പ്രതിരോധത്തിന്റെ ഭാഗം കൂടിയാണ്. കാരണം വാർത്തകൾ വന്നത് VHP പ്രവർത്തകരാണ് എന്നാണ്. രണ്ടാമത്തെ സംഭവത്തിൽ ആരാണ് എന്നത് വ്യക്തതയുമില്ല. അപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ ഇക്കാര്യത്തിലൊക്കെ വ്യക്തത ഉണ്ടാകേണ്ടത്. കാരണം നമ്മുടെ നാട്ടിലെ സർവ്വമത സാഹോദര്യം എന്നത് അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് വിഘാതമായി ആര് നിന്നാലും, ഏത് പ്രസ്ഥാനം നിന്നാലും അതുവരെ അംഗീകരിക്കാൻ നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ, സെക്യുലർ സമൂഹത്തിൽ കഴിയുന്നതുമല്ല. എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം കൃത്യമായ നടപടികൾ ഉണ്ടാകട്ടെ, കൃത്യമായ ദിശയിൽ തന്നെ അന്വേഷണം പോകട്ടെ എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇംതിയാസാണ് ആ വിവരങ്ങൾ നൽകിയത്.